നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന രണ്ടാമത്തെ പരാതിയിൽ ചില സംശയങ്ങൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉയർത്തിയിരുന്നു. തന്നെയും തൻ്റെ പാർട്ടിയെയും മനഃപൂർവ്വം കുടുക്കിലാക്കാൻ വേണ്ടി ആരോ ബുദ്ധിപൂർവ്വം ഫ്രെയിം ചെയ്ത ഒരു പരാതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പീഡന പരാതി എന്നാണ് ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. വളരെ കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്ത എന്നാൽ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും ഒന്നുമില്ലാത്ത പരാതി കൃത്യമായും തന്നെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ലഭിച്ചപ്പോൾ തന്നെ അത് DGPക്ക് കൈമാറിയതും. ഇത്തരത്തിൽ രണ്ടാമത്തെ പരാതി പാർട്ടിയെ ഒരു അപകടത്തിലാക്കാൻ, ബുദ്ധിമുട്ടിലാക്കാൻ ആരോ ബുദ്ധിപൂർവ്വം ചെയ്തതാണെന്നും ചില നിയമവൃത്തങ്ങളും ഇതിന് പിറകിലുണ്ടെന്നുമാണ് ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സണ്ണി ജോസഫ് പറയുന്നത്. ഏതായാലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായി, അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും KC വേണുഗോപാൽ ഉൾപ്പെടുന്ന കോൺഗ്രസിലെ ആ വിഭാഗത്തിനും ഒരു കാര്യം ഉറപ്പായി: ആരോ ഈ പരാതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉള്ളവരുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ചില നേതാക്കൾ അല്ലെങ്കിൽ ചില ആളുകൾ ഇത്തരം പരാതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. സണ്ണി ജോസഫിൻ്റെയും അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെയും അഭിപ്രായത്തിൽ ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നതിന് പിന്നിൽ കോൺഗ്രസിലെ ചിലർ നൽകുന്ന പിന്തുണയുമുണ്ട്. അത് സർക്കാരിന് കൂടുതൽ സഹായകമാകുന്നു. ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തടയാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വളർച്ചയെ തടയാൻ വേണ്ടി കോൺഗ്രസിൽ നിന്നുള്ള ചിലർ മുന്നിട്ടിറങ്ങിയപ്പോൾ അവരുടെ ഒരു ബുദ്ധി കൂടി ഇത്തരം പരാതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആ ഒരു ചലച്ചിത്ര നടി റിനി ആൻ ജോർജ്, അദ്ദേഹവും പ്രതിപക്ഷ നേതാവും, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കുടുംബവും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് പല ചർച്ചകളും കോൺഗ്രസിനുള്ളിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പറയുന്നത് ആ പരാതി ഉയർന്നതിന് പിന്നിൽ ഒരു കൃത്യമായ ഗൂഢാലോചനയുണ്ട്. അത് പാർട്ടിയെയും തന്നെയും പ്രതിസന്ധിയിലാക്കാൻ ആരോ ബുദ്ധിപൂർവ്വം കെട്ടിച്ചമച്ച് കൊടുത്തതാണ്. കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്ത ഈ പരാതി തനിക്ക് അയച്ചു തന്നത് ഒരു പക്ഷേ തന്നെയും ഇതിൽ ഒരു ഭാഗമാക്കാനാണോ എന്നുള്ള ഒരു ഭയവും ഒരു സംശയവും സണ്ണി ജോസഫിന് നന്നായി ഉണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഈ നീക്കത്തിൻ്റെ വേരുകൾ, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലാണ് ഇത്തരം നീക്കങ്ങളുടെ വേരുകൾ പടർന്ന് കിടക്കുന്നതെന്ന് തന്നെയാണ് ഭംഗ്യന്തരേണ സണ്ണി ജോസഫ് സൂചിപ്പിച്ചത്. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാത്രം പെടുത്തിയ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നുവെന്ന് പറയുന്ന ചില നേതാക്കളെ കൂടി ഈ കേസിൽ വരിഞ്ഞു മുറുക്കി കെട്ടണമെന്ന് കോൺഗ്രസിനുള്ളിൽ ചിലർ ആലോചിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന സൂചനയാണ് സണ്ണി ജോസഫ് നൽകിയത്. തനിക്ക് പരാതി തന്നത് വെറുതെയല്ലെന്നും തന്നെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയെയും തന്നെയും പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണെന്നും അത് മനസ്സിലായതുകൊണ്ടാണ് താൻ ഉടൻ പരാതി അത് DGPക്ക് കൈമാറിയതെന്നും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതി തനിക്ക് അയച്ചു തരേണ്ട യാതൊരു കാര്യമില്ലായിരുന്നുവെന്നുമാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്: KPCC പ്രസിഡൻ്റെ വാക്കുകൾക്കിടയിലൂടെ നമ്മൾ പരതുമ്പോൾ, അല്ലെങ്കിൽ വാക്കുകൾക്കിടയിലൂടെ, വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPMഉം BJPയും മാത്രമല്ല, കൃത്യമായി ചില പണികൾ കോൺഗ്രസിനുള്ളിൽ നിന്നും നടക്കുന്നുണ്ട്. അത് ഒരു കാലത്ത് രാഹുലിനെ സംരക്ഷിച്ച, രാഹുലിന് MLA സ്ഥാനവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും ഒക്കെ നൽകിയ ആ വിഭാഗം തന്നെയാണ്, ആ ശക്തികൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നും അതുവഴി സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകളെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ അവർ ചില ഗെയിമുകൾ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും രണ്ടാമത്തെ പരാതി അത്ര ശുഭകരമല്ലെന്നും അതിലെന്തോ സംശയമുണ്ടെന്നും KPCC അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുകയാണ്.